ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷന് മുന്നിൽ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിലെ അനധികൃത നിയമനത്തിനെതിരെയുള്ള BJPയുടെ പ്രതിഷേധമാണ് യുവമോർച്ച സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ്റെ കോലവുമായിട്ടാണ് പ്രതിഷേധം. നഗരസഭയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് തടയുന്നുണ്ട്. അനധികൃത നിയമനം ആരോപിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നത്. അവിടെ പോലീസും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളുമാണ്. ഇന്ന് ഉച്ചയ്ക്ക് വലിയ പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ കണ്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. രാത്രിയിൽ നൈറ്റ് മാർച്ചിന്റെ പേരിൽ ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി യുവമോർച്ച പ്രവർത്തകർ ആര്യ രാജേന്ദ്രനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആര്യ രാജേന്ദ്രന്റെ കോലവും ഏന്തിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ ഉണഞ്ഞുകിടക്കുകയാണ്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് ഇപ്പോൾ കണ്ടത്. മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായിട്ടാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പോലീസുകാർ അവിടെ സംഘടിച്ചെത്തിയ യുവമോർച്ച പ്രവർത്തകരെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നഗരസഭയ്ക്ക് മുന്നിലെ കവാടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. പോലീസും അവിടെ സംഘടിച്ചെത്തിയ കുറച്ച് യുവമോർച്ച പ്രവർത്തകരേ ഉള്ളൂ. വിരലിലെണ്ണാവുന്നവരാണ്. പക്ഷേ അവർ ചെറിയ രീതിയിൽ പോലീസുമായിട്ട് ഉന്തിലും തള്ളിലും ഏർപ്പെടുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസുകാരെ പിന്നിലേക്ക് തള്ളുന്നു, പോലീസുകാർ മുന്നിലേക്ക് തള്ളുന്നു. ഇപ്പോൾ സുനിഷയിലുണ്ട്. സുനിഷയിലും ഒരു നേരിയ സംഘർഷമുണ്ട്. എന്താണ് യുവമോർച്ച പ്രതിഷേധക്കാർ പറയുന്നത്? ഉച്ചയ്ക്ക് കണ്ട പ്രതിഷേധത്തിന്റെ തുടർച്ചയാണോ ഇത്? അരുൺ, അതെ, ഉച്ചയ്ക്ക് കണ്ട പ്രതിഷേധത്തിന്റെ ബാക്കിയായാണ് ഇപ്പോഴും നഗരസഭയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ CPM കൗൺസിലർക്ക് അനധികൃത നിയമനം നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ ഈ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിലടക്കം വലിയ പ്രതിഷേധവും കയ്യാങ്കളിയും ഒക്കെ കണ്ടതാണ്. അല്പസമയം മുമ്പാണ് യുവമോർച്ച പ്രവർത്തകർ ഇങ്ങനെ മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവും എടുത്ത് ഈ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പിന്നാലെ തന്നെ കോർപ്പറേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഉടൻ തന്നെ പോലീസ് പ്രവർത്തകരെ തള്ളി മാറ്റുന്ന ശ്രമമാണ് നേരത്തെ കണ്ടത്. അത് നേരിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഏതായാലും സാഹചര്യം ശാന്തമായിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും ഈ നഗരസഭയിൽ അനധികൃതമായ നിയമനം നടത്തുന്നു, അത്തരത്തിൽ നിയമനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിലെ പ്രതിഷേധം. വരുന്ന ദിവസങ്ങളിലടക്കം പ്രതിഷേധം ശക്തമാക്കുമെന്ന് നേരത്തെ തന്നെ BJP പ്രവർത്തകർ അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ നൈറ്റ് മാർച്ചുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ സ്ഥിതി ശാന്തമായിട്ടുണ്ട്. പോലീസ് പ്രവർത്തകരുമായി സംസാരിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവും എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി പ്രവർത്തകർ കടക്കുമെന്നാണ് കരുതുന്നത്. അരുൺ, ഇതിനിടയിൽ യുവമോർച്ച പ്രവർത്തകർ നേരെ അങ്ങോട്ട് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ പോലീസുമായിട്ടുള്ള യുദ്ധം തള്ളും അവസാനിച്ചിരിക്കുന്നു. യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് നഗരസഭയുടെ മുന്നിൽ. മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധം. പക്ഷേ കോലം കത്തിക്കാനാണ് സാധ്യതയുള്ളത്. അനധികൃത നിയമനം നടക്കുന്നു കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ആരോപിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവും ഏന്തി യുവമോർച്ച പ്രവർത്തകർ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന മാർച്ചിന്റെ തുടർച്ചയെന്ന വണ്ണം നഗരസഭയുടെ കാര്യാലയത്തിന് മുന്നിലേക്ക് എത്തിയത്. യുവമോർച്ചയുടെ നൈറ്റ് മാർച്ചാണ് ഇപ്പോൾ നഗരസഭാ കവാടത്തിൽ എത്തിയിരിക്കുന്നത്.